മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ മോഹൻലാലിന്റെ ദൃശ്യം സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകനാണോ? ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ കഥയെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു സുഹൃത്ത് പങ്കുവച്ച ഒരു കുറിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ കഥ നിങ്ങൾ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറിയാണ്. കൂടാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ദൃശ്യം 1ലും 2ലും നടന്ന സംഭവങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും ഒരുവിധം സമാധാനത്തോടെ ജീവിക്കുകയാണ്. അനുവിന്റെ കല്യാണം കഴിഞ്ഞു. പയ്യൻ അനുവിന്റെ കോളേജ് മേറ്റും സീനിയറുമായിരുന്നു. ലവ് മാരേജ് കം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പയ്യന്റെ കുടുംബം നല്ല സാമ്പത്തികമുള്ളവരാണ്. പയ്യന് വിദേശത്താണ് ജോലി, കാനഡയിൽ. ചെറുക്കന്റെ വീട്ടുകാർക്ക് ഈ വിവാഹത്തിൽ അത്ര താല്പര്യമില്ലായിരുന്നു. കാരണം സാമ്പത്തികമായ അന്തരം തന്നെ. എന്നാലും ഏക മകനായതുകൊണ്ട് പയ്യന്റെ ഇഷ്ടപ്രകാരം വിവാഹം നടന്നു. പയ്യൻ തിരിച്ച് വിദേശത്തേക്കും പോയി. അനുവിന്റെ ആദ്യത്തെ ഗർഭം അബോഷനായി. അതിന്റെ പേരിൽ അമ്മായിയമ്മ അനുവിന്റെ അടുത്ത് അത്ര രസത്തിൽ അല്ലായിരുന്നു. അത് അവനും അറിയുന്നുണ്ട്. അതുകൊണ്ട് അവൻ നാട്ടിൽ വന്ന് അനുവിനെ അവന്റെ ഒപ്പം കൂട്ടി അവർ വിദേശത്ത് സെറ്റിൽഡായി. വളരെ സന്തോഷകരമായ ജീവിതം. അവിടെ വെച്ച് അനു വീണ്ടും ഗർഭിണിയായി. ഏകദേശം 4 മാസം. ഒരു ദിവസം അനുവും ഭർത്താവും കൂടി ഒരു ഷോപ്പിംഗ് മാളിൽ നിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ, ഇനി ഞാൻ പറയുന്നത് സിനിമയിലെ സീനാണ്. അതുവരെയുള്ള സിനിമയുടെ മൂഡ് മൊത്തം മാറുന്നു. പ്രകൃതി നിശ്ചലമാകുന്നു. അത്രയും നേരം വളരെ ബ്രൈറ്റ് ആയിരുന്ന സ്ക്രീൻ മെല്ലെ ഇരുണ്ടുവരുന്നു. അന്തരീക്ഷത്തിൽ കാർമേഘം ഉരുണ്ടുകൂടുന്നത് പോലെ. അനുവിൻ്റെയും ഭർത്താവിൻ്റെയും നടത്തം സ്ലോ മോഷനിലാകുന്നു. അപകടം ഫീൽ ചെയ്യുന്ന BGM പശ്ചാത്തലത്തിൽ വരുന്നു. എന്തോ അത്യാഹിതം സംഭവിക്കാൻ പോകുന്നത് പോലെയുള്ള ഒരു ഫീൽ. പെട്ടെന്ന് കത്തുന്ന 2 കണ്ണുകൾ സ്ക്രീനിൽ തെളിയുന്നു. കണ്ണുകളിൽ നിന്ന് മുഖം ക്ലോസപ്പിലേക്ക് വരുന്നു. ശരിക്കും കണ്ണുകൾക്ക് തീ പിടിച്ചതുപോലുള്ള ക്രൗര്യവും പകയുമാണ് ആ മുഖത്ത്. അതിനെ എലിവേറ്റ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ വല്ലാത്തൊരു ടെറിഫിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അനുവിൻ്റെ വീർത്തിരിക്കുന്ന വയറിലേക്ക് ആ കണ്ണുകളുടെ നോട്ടം ചെല്ലുന്നു. കണ്ണുകളിലും മുഖത്തും ക്രൗര്യം നിറയുന്നു. ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീൻ കേരളത്തിലെ ഇടുക്കിയാണ് കാണിക്കുന്നത്. വീട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ജോർജ് കുട്ടി. ഒരു ബൈക്ക് സാവധാനം ഓടി വന്ന് ജോർജ് കുട്ടിയുടെ മുന്നിൽ നിൽക്കുന്നു. അതിൽ നിന്നും ഒരാൾ ഇറങ്ങി ഒരു കവർ കൊണ്ടുവന്ന് ജോർജ് കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നു. ജോർജ് കുട്ടി അത് ഒപ്പിട്ട് വാങ്ങുന്നു. അതൊരു കോർട്ട് ഓർഡർ ആയിരുന്നു. ജോർജ് കുട്ടി അത് തുറന്നു വായിച്ചു തുടങ്ങി. കിടുങ്ങിപ്പോയി ജോർജ് കുട്ടി. വരുൺ മിസ്സിംഗ് കേസ് റീഓപ്പൺ ചെയ്യാൻ പോകുന്നു. വരുൺ മിസ്സിംഗ് കേസിൽ ജോർജ് കുട്ടി 2 തവണയും രക്ഷപ്പെട്ടത് കഷ്ടിച്ചാണ്. പോലീസ് ശരിക്കും അന്വേഷിച്ചിരുന്നെങ്കിൽ ആദ്യത്തെ കേസിൽ തന്നെ ജോർജ് കുട്ടി അകത്താകുമായിരുന്നു. അത് ജോർജ് കുട്ടിക്കറിയാം. പക്ഷേ പുതിയ കേസിന് കാരണമാകുന്നത് പഴയ കാര്യങ്ങളല്ല. ഈ കേസിൽ പ്രതി ജോർജ് കുട്ടിയല്ല. ജോർജ് കുട്ടിയുടെ മൂത്ത മകൾ അനുവാണ്. വാദി ഗീതാ പ്രഭാകറും. കോർട്ട് ഓർഡറിലുള്ള വിവരങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ജോർജ് കുട്ടിയുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. പുതിയ കേസിലുള്ള ആരോപണം. വിനോദയാത്രക്കിടയിൽ അനുവിൻ്റെ ബാത്റൂമിലെ നഗ്ന ദൃശ്യങ്ങൾ വരുണിൻ്റെ കൂട്ടുകാരൻ പകർത്തുന്നു. അത് വെച്ച് അവൻ അനുവിനെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നു. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ അനു അവൻ്റെ കൂട്ടുകാരനും അനുവിനോട് ഇഷ്ടമുണ്ടായിരുന്ന വരുണിനെ കരുവാക്കുന്നു. അതായത് ബോൺ ക്രിമിനലായ വരുണിൻ്റെ കൂട്ടുകാരിൽ നിന്നും തൻ്റെ നഗ്നചിത്രങ്ങൾ ചിത്രീകരിച്ച ഫോൺ ഉൾപ്പെടെ എടുത്ത് നശിപ്പിക്കാൻ സഹായിച്ചാൽ വരുണിൻ്റെ ഇഷ്ടം സാധിച്ചു കൊടുക്കാമെന്ന് അനു വരുണിന് ഓഫർ ചെയ്യുന്നു. അനുവിൻ്റെ ചതി മനസ്സിലാക്കാതെ ചിത്രങ്ങളടങ്ങിയ ഫോണുമായി എത്തിയ വരുണിനെ അനു തലക്കടിച്ച് കൊന്ന് കുഴിച്ചു മൂടുന്നു. ഇതാണ് പുതിയ കേസിൽ ജോർജ് കുട്ടിയുടെ മകളുടെ പേരിലുള്ള ആരോപണം. ഇത് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ജോർജ് കുട്ടി കിടുങ്ങിപ്പോയി. ഈ കേസ് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ തൻ്റെ മകൾ കുടുങ്ങുമെന്നുറപ്പാണ്. അപ്പോൾ ജോർജ് കുട്ടിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ജോർജ് കുട്ടി, ഇത് ഗീതാ പ്രഭാകറാണ്. എൻ്റെ മകനെ കൊന്നിട്ട് അവളും ഭർത്താവും ഇവിടെ സുഖിച്ച് ജീവിക്കുകയാണല്ലേ? നിന്റെ മകൾ ഗർഭിണിയുമാണല്ലോ. എൻ്റെ മകനിൽ എനിക്കും ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. നിന്റെ മകളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി എൻ്റെ മകനെ അവൾ കൊന്നു. അവൾ കണ്ടെത്തിയ കോടീശ്വരനായ നിന്റെ ഇപ്പോഴത്തെ മരുമകന് വേണ്ടി. എൻ്റെ ഒരേ ഒരു മകനെ ഇല്ലാതാക്കിയ അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ട. അവളുടെ കുടുംബം ഞാൻ തകർക്കും. അവൾ ജയിലിലായിരിക്കും ഇനി പ്രസവിക്കാൻ പോകുന്നത്. നിന്റെ 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയും വെച്ച് നീ ഇത്രയും നാൾ പോലീസിനെയും നാട്ടുകാരെയും പറ്റിച്ചു. ഇതിൽ നീ പെടും. നിന്റെ മകളെ ഞാൻ അകത്താക്കും. രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നീ രക്ഷിക്ക്. ഫോൺ കട്ടായി. അടുത്ത സീനിൽ എയർപോർട്ടിൽ ഒരു ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നു. മുരളി ഗോപിയോടൊപ്പം ഗീതാ പ്രഭാകർ നടന്നു വരുന്നു. ഈ സീൻ അവിടെ തീരുന്നു. വീണ്ടും 1 ലൈനിലേക്ക്. ഓപ്പോസിഷൻ സെറ്റായി. മറുവശത്ത് ജോർജ് കുട്ടി ഒറ്റയ്ക്കും. ജോർജ് കുട്ടിക്ക് താൻ പെട്ടെന്ന് മനസ്സിലായി. പഴുതടച്ചുള്ള തെളിവുകളാണ് ഗീതാ പ്രഭാകർ നിരത്തിയിരിക്കുന്നത്.
പഴയ 2 കേസിലെയും പോലെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയും ജോർജ് കുട്ടിയുടെ മുന്നിൽ കാണുന്നില്ല. മകൾ 4 മാസം ഗർഭിണിയാണ്. ഈ കേസിൽ അവൾ പെട്ടാൽ അവളുടെ കുടുംബം തകരും. ജോർജ് കുട്ടി ചിന്തിക്കാൻ തുടങ്ങി. അവസാനം ഒരു തീരുമാനത്തിലെത്തി. വരുണിന്റെ കൊലപാതക കുറ്റം ജോർജ് കുട്ടി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഇത്രയും നാൾ കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തെളിവുകൾ നശിപ്പിച്ചിരുന്ന ജോർജ് കുട്ടി കുറ്റം ഏറ്റെടുത്ത് ശിക്ഷിക്കപ്പെടാൻ വേണ്ടി തെളിവുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുവേണ്ടി ഒരു കഥ മെനഞ്ഞുണ്ടാക്കി കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. വരുൺ കൊല്ലപ്പെട്ട ദിവസം ജോർജ് കുട്ടി തന്റെ സ്ഥാപനത്തിൽ നിന്നും അല്പം വൈകിയാണ് വന്നത്. അപ്പോൾ തന്റെ മകളുടെ ജനലിന്റെ അരികിൽ ആരോ നിൽക്കുന്നതായി കണ്ടു. മകളുടെ റൂമിന് അരികിലായതുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ ഞാൻ ആ രൂപത്തിനടുത്തേക്ക് ചെന്നു. അവനപ്പോൾ ജനലിലൂടെ തൻ്റെ മകളുടെ കയ്യിൽ പിടിച്ച് ഭീഷണിയുടെ സ്വരത്തിൽ എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴത്തെ അങ്കലാപ്പിൽ കയ്യിൽ കിട്ടിയ ഒരു വടിയെടുത്ത് അവൻ്റെ പുറത്തടിച്ചു. അവൻ ബാലൻസ് തെറ്റി തലയുടെ പിൻഭാഗം കല്ലിലിടിച്ച് വീണ് അവിടെ വെച്ച് തന്നെ മരിച്ചു. പിന്നെ ഞാൻ നടത്തിയതൊക്കെ എൻ്റെ മകളെയും കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഞാൻ കുറ്റക്കാരനാണെങ്കിൽ കോടതി തരുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. വാദിഭാഗം എതിർത്തു. ജോർജ് കുട്ടി പറഞ്ഞത് മൊത്തം തൻ്റെ മകളെ കൊലപാതക കേസിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിച്ച കളവാണ്. വരുണിനെ കൊന്നത് അനുവാണ്. കൊലപാതകത്തിനുള്ള കാരണം വീഡിയോ ക്ലിപ്പാണ്. അത് ജോർജിന്റെ കൈകളിലാണ്. അവനത് നശിപ്പിച്ചു കാണും. അപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുണ്ടോ? വീഡിയോ പകർത്തിയ വരുണിന്റെ കൂട്ടുകാരൻ എവിടെ? വാദിഭാഗം വക്കീൽ നിശബ്ദനായി. കാരണം വീഡിയോ ഷൂട്ട് ചെയ്ത പയ്യൻ ഒരു MDMA കേസിൽപ്പെട്ട് ജയിലിലായി ജാമ്യത്തിലിറങ്ങി മുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഗീതാ പ്രഭാകർ 3G ആയെന്ന് പറയാം. മനഃപൂർവ്വമല്ലാത്ത കൊലക്കുറ്റത്തിന് ശിക്ഷയും വാങ്ങി പുറത്തേക്ക് വരുന്ന ജോർജ് കുട്ടിയെയാണ് പിന്നെ നമ്മൾ കാണുന്നത്. ജോർജ് കുട്ടി മുരളി ഗോപിയുടെയും ഗീതാ പ്രഭാകറിൻ്റെയും മുന്നിലെത്തുമ്പോൾ അവരുടെ മുഖത്തേക്ക് ഒരു നോട്ടമുണ്ട്. ചുണ്ടിൻ്റെ സൈഡ് കൊണ്ടൊരു ചിരി. അപ്പോൾ ഗീതാ പ്രഭാകറിൻ്റെയും മുരളി ഗോപിയുടെയും അവസ്ഥ. അടുത്ത സീനിൽ ഒരു ഹാളിൽ 4 പേര് ഇരിക്കുന്നു. ഗീതാ പ്രഭാകർ, അവരുടെ ഭർത്താവ് സിദ്ദിഖ്, അവരുടെ വക്കീൽ, പിന്നെ മുരളി ഗോപിയുടെ പോലീസ് കഥാപാത്രവും. വക്കീൽ ചോദിക്കുന്നു, മേഡം പറഞ്ഞതൊക്കെ ശരിയാണ്. അവളുടെയും അവളുടെ കാമുകനായ കോടീശ്വരപുത്രനും തമ്മിലുള്ള ബന്ധം തകരാതിരിക്കാൻ വരുണിന് അവളോടുള്ള ഇഷ്ടത്തെ അവൾ ഉപയോഗിച്ചു. മറ്റേ പയ്യൻ വീഡിയോ ക്ലിപ്പ് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അനുവിനോട് താല്പര്യമുള്ള വരുൺ ഒരു കൗമാരക്കാരൻ്റെ ചാവല്യത്തിൻ്റെ ഭാഗമായി അവനോടൊപ്പം കൂടി. ഈ സംഭവത്തിന് 3 സാക്ഷികളേ ഉള്ളൂ. അതിലൊരാളായ വരുൺ ഇപ്പോൾ നമ്മോടൊപ്പമില്ല. പക്ഷേ മറ്റേ പയ്യൻ എവിടെ? വക്കീൽ ഇത് പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ ഗീതാ പ്രഭാകർ ഇടയ്ക്ക് കയറി പറയും, അവനെയും കൊന്നു കാണും. ഗീതാ പ്രഭാകറിന്റെ ക്ലോസപ്പ് ഷോട്ടിൽ ആ സീൻ തീരുന്നു. അടുത്ത സീനിൽ ഒരു കടപ്പുറത്തിന്റെ വൈഡ് ഷോട്ടാണ് കാണിക്കുന്നത്. ഇരുണ്ട ആകാശം, കടപ്പുറം ഏകദേശം വിജനമാണ്. ക്യാമറ സൂം ചെയ്ത് ഒരു പാറക്കൂട്ടത്തിനിടയിലുള്ള മണൽപ്പരപ്പിലേക്ക് താഴ്ന്നു വരുന്നു. പെട്ടെന്ന് 2 കൈകൾ ഒരാളുടെ കാലുകളിൽ ചേർത്ത് പിടിച്ച് വലിക്കുന്നു. അതൊരു ശവശരീരമാണ്. ഭയം ജനിപ്പിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ആ ശവശരീരം നീങ്ങി പെട്ടെന്ന് ഒരു ശബ്ദത്തോടെ മണലിൽ ഏകദേശം 5.5 അടി താഴ്ചയുള്ള കുഴിയിലേക്ക് വീഴുന്നു. വീഴ്ചയിൽ ആ ശരീരത്തിന്റെ തല കുഴിയുടെ അടിവശത്തുള്ള ഭിത്തിയിലിടിച്ച് മുന്നോട്ട് മടങ്ങി പിടലി ഒടിയുന്നു. ആ ശബ്ദം കടൽക്കരയിലെ വിജനതയിൽ മുഴങ്ങി കേൾക്കാം. ആ വീഴ്ചയിൽ കഴുത്തൊടിഞ്ഞ് മുഖം മുന്നോട്ട് കുനിയുമ്പോൾ അവന്റെ കണ്ണു തുറക്കുന്നു. അത് അനുവിന്റെ കുളിസീൻ ഒളിക്യാമറയിൽ പകർത്തിയ പയ്യനായിരുന്നു. ജ്യൂസിൽ കലക്കിക്കൊടുത്ത വിഷത്തിൽ അവൻ മരിച്ചില്ലായിരുന്നു, ബോധം പോയതായിരുന്നു. കണ്ണു തുറന്ന് വരുന്നതിനൊപ്പം അവന്റെ മൂക്കിൽ നിന്നും കട്ടച്ചോര വെളിയിലേക്ക് വരുന്നു. അവന്റെ നോട്ടം മുകളിലേക്ക് വരുന്നു. ക്യാമറ അവന്റെ കണ്ണിൽ നിന്നും മാറി താഴെ നിന്നും മുകളിലേക്ക് മെല്ലെ വരുന്നു. ടൈറ്റ് ക്ലോസപ്പ്. ഒരു പെൺകുട്ടിയുടെ താടിയും ചുണ്ടും കടന്ന് കണ്ണുകൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് ജോർജ് കുട്ടിയുടെ മൂത്ത മകൾ അനു ആണെന്ന്. അവളുടെയും കുഴിയിൽ കഴുത്തൊടിഞ്ഞ് പാതി ചത്തു കിടക്കുന്ന അവൻ്റെയും കണ്ണുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നു. അനുവിൻ്റെ മുഖത്ത് ഉന്മാദം നിറഞ്ഞ ഒരു ചിരി. അടുത്ത സീൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് വീണ്ടും തൊട്ടു മുമ്പുള്ള സീൻ തുടരുന്നു. അവൾ അവനെയും കൊന്ന് കുഴിച്ചു മൂടിക്കാണും, എൻ്റെ മകനെ കൊന്നതുപോലെ. മറ്റുള്ളവർ അന്തം വിട്ടിരിക്കുന്നു. അടുത്ത സീനിൽ ഗീതാ പ്രഭാകറിൻ്റെ വാട്സാപ്പിലേക്ക് ഒരു വീഡിയോ ക്ലിപ്പ് മെസ്സേജായി വരുന്നു. വീഡിയോ ഓപ്പൺ ആകുമ്പോൾ അതിൽ അനുവിൻ്റെ മുഖം തെളിഞ്ഞു വരുന്നു. മേഡം, ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടൂ. ഞാൻ ജയിലിൽ പ്രസവിക്കില്ല, വീട്ടിൽ തന്നെ പ്രസവിക്കും. എന്നിട്ടൊരു പ്രത്യേക ചിരി. ചോര മണത്ത ഒരു മൃഗത്തെ പോലെ അവളുടെ കണ്ണിൽ ക്രൂരതയും ചുണ്ടിൽ ചിരിയും. ഗീതാ പ്രഭാകറിന്റെ മനസ്സിൽ അപ്പോൾ ചില ദൃശ്യങ്ങൾ മിന്നിമറയുന്നു. തൻ്റെ മകൻ വരുണിനെ തലയ്ക്കടിക്കുന്നതും കൂട്ടുകാരനെ ഒരു കുഴിയിൽ കുഴിച്ചു മൂടുന്നതുമായിട്ട് ഗീതാ പ്രഭാകറിന്റെ മനസ്സിലൂടെ ചില പേടി സ്വപ്നങ്ങൾ കടന്നു പോകുന്നു. അപ്പോൾ വിറച്ചു പോയത് ഗീതാ പ്രഭാകറാണ്. അവരുടെ കയ്യിൽ നിന്നും മൊബൈൽ താഴെ വീണ് സ്ക്രീൻ ഓഫ് ആകുന്നു. സിനിമയും തീരുന്നു. പ്രേക്ഷകർ എന്താ സംഭവിച്ചതെന്നറിയാതെ തരിച്ചിരിക്കുന്നു. ശരിക്കും ജോർജ് കുട്ടി ഇതൊന്നും അറിയുന്നില്ല. ക്രിമിനൽ മൈൻഡുള്ള തൻ്റെ മൂത്ത മകൾ തൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്ന്.
ഇത്രയുമാണ് കഥ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക.